ഒരു ദിവസം കൊണ്ടുതന്നെ ശരീരം ലഘുവായി തോന്നി, വയർ ശുദ്ധമായി, മനസ്സ് തെളിഞ്ഞു, ഊർജം 10 വയസ്സ് കുറഞ്ഞതുപോലെ ഉയർന്നാൽ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ? പലർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഭാരവും മന്ദതയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഭക്ഷണം ശരിയായി ദഹിക്കാത്തത്, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ, മനസ്സിന്റെ ക്ഷീണം, ഇതെല്ലാം ചേർന്നാണ് നമ്മളെ ദിവസേന തളർത്തുന്നത്. എന്നാൽ പഴമക്കാർ പിന്തുടർന്ന ചില ആയുർവേദ രീതികൾ ശരീരത്തെ സ്വാഭാവികമായി ശുദ്ധീകരിക്കാനും ഉള്ളിലെ ഊർജം പുതുക്കാനും സഹായിക്കുന്നതായി അവർ വിശ്വസിച്ചിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരു അത്ഭുത വാഗ്ദാനമല്ല, മറിച്ച് ശരീരത്തെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ ശീലങ്ങളും പഴയ അറിവുകളുമാണ്. നിങ്ങളിത് ശരിയായ രീതിയിൽ പിന്തുടർന്നാൽ ഒരേ ദിവസം തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങാം. വയർ ലഘുവാകാം, മനസ്സ് തെളിയാം, ശരീരത്തിൽ പുതുമയുള്ള ഉന്മേഷം വരാം. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണൂ, കാരണം അവസാനത്തോളം പറഞ്ഞിട്ടുള്ള ചെറിയ നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ അനുഭവത്തെ യഥാർത്ഥത്തിൽ മാറ്റുന്നത്. ശരീരം എന്തുകൊണ്ട് അഴുക്ക് നിറയുന്നു? നമ്മൾ പലപ്പോഴും ശരീരത്തിലെ ക്ഷീണം, വയറിന്റെ ഭാരവും മന്ദതയും സാധാരണ കാര്യങ്ങളായി കാണുന്നു. പക്ഷേ ആയുർവേദം പറയുന്നത് ഇവ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകളുടെ സൂചനകളാണെന്നാണ്. ഭക്ഷണം സമയത്ത് കഴിക്കാതിരിക്കുക, അമിതമായി എണ്ണയും മസാലയുമുള്ള ഭക്ഷണം കഴിക്കുക, ഉറക്കം കുറയുക, മാനസിക സമ്മർദ്ദം കൂടുക, ഈ എല്ലാം ചേർന്നാണ് ദഹനശക്തി പതുക്കെ ദുർബലമാകുന്നത്. ദഹനം ശരിയായില്ലെങ്കിൽ ശരീരം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാതെ അവശിഷ്ടങ്ങൾ അകത്തുതന്നെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഈ അവശിഷ്ടങ്ങൾ തന്നെയാണ് വയറിന്റെ ഭാരവും ചർമ്മത്തിലെ മങ്ങിയതും മനസ്സിലെ മന്ദതയും ഉണ്ടാക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ലഘുത്വം തോന്നാത്തത്, ഭക്ഷണം കഴിച്ച ശേഷം ഉറക്കം വരുന്നത്, ശരീരത്തിൽ അലസത കൂടുന്നത്, ഇതെല്ലാം ശരീരം നമ്മളോട് നൽകുന്ന ചെറിയ മുന്നറിയിപ്പുകളാണ്. ആയുർവേദം പറയുന്നത് ശരീരം ഒരു നദി പോലെയാണ്. ഒരു ദിവസത്തെ ശരീര ശുദ്ധീകരണം ശരിയായി ആരംഭിക്കേണ്ടത് രാവിലെ ഉണരുന്ന നിമിഷത്തിലാണ്. കണ്ണു തുറന്ന ഉടൻ തന്നെ ഫോൺ നോക്കുകയോ തിരക്കിലേക്ക് ചാടുകയോ ചെയ്യുന്നതിനു പകരം കുറച്ചു നിമിഷങ്ങൾ ശാന്തമായി ഇരുന്ന് ശ്വാസം സമതുലിതമാക്കുക. പിന്നെ ചെറുതായി ചൂടുവെള്ളം പതുക്കെ കുടിക്കുക. ഇത് ദഹന സംവിധാനത്തെ സാവധാനമായി ഉണർത്തുകയും ശരീരത്തിലെ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ പുറത്തേക്ക് നീങ്ങാൻ സഹായിക്കുകയും ചെയ്യും. വെള്ളം കുടിച്ചതിനു ശേഷം കുറച്ചുനേരം നടക്കുക. വയറിന് സൗമ്യമായ ചലനം നൽകുന്ന ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുക. അതിലൂടെ ശരീരത്തിന്റെ ഉള്ളിലെ ചലനം സ്വാഭാവികമായി ആരംഭിക്കും. പ്രഭാതത്തിൽ പ്രകൃതിദത്ത ആവശ്യങ്ങൾ അടക്കിവെക്കാതെ ശരീരത്തിന് സമയം നൽകുക, കാരണം ശുദ്ധീകരണത്തിന്റെ ആദ്യപടി അതുതന്നെയാണ്. തുടർന്ന് നാവ് ശുദ്ധീകരിക്കുകയും മുഖവും കണ്ണുകളും തണുത്ത വെള്ളത്തിൽ കഴുകുകയും ചെയ്യുമ്പോൾ ശരീരവും മനസ്സും പുതുമ അനുഭവിക്കും. ഈ ചെറിയ പ്രഭാതശീലങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഒരു ദിവസം കൊണ്ടുതന്നെ വയറ് ലഘുവാകുന്ന അനുഭവം പലർക്കും ഉണ്ടാകാറുണ്ട്. കാരണം ശരീരം സ്വാഭാവികമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പ്രഭാതത്തിന്റെ ഈ ശാന്തമായ തുടക്കം ദിനം മുഴുവൻ ഉള്ളിലെ ഊർജത്തെ സംരക്ഷിക്കുകയും മനസ്സിനെ തെളിയിക്കുകയും ചെയ്യും. ശരീരം ലഘൂകരിക്കാൻ ആയുർവേദ പാനീയങ്ങൾ. ശരീരം സ്വാഭാവികമായ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗങ്ങളിലൊന്നാണ് ശരിയായ പാനീയങ്ങൾ. രാവിലെ ചൂടുവെള്ളത്തിൽ അല്പം ജീരകം കുതിർത്ത് കുടിക്കുന്നത് ദഹനശക്തിയെ ഉണർത്തുകയും വയറിലെ ഭാരത്വം കുറയ്ക്കുകയും ചെയ്യുമെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ചിലർ ഇഞ്ചി ചെറിയ തോതിൽ വെള്ളത്തിൽ തിളപ്പിച്ച് പതുക്കെ കുടിക്കാറുണ്ട്. ഇത് ശരീരത്തിന്റെ ഉള്ളിലെ ചലനം സജീവമാക്കാനും വയറിലെ അസ്വസ്ഥത കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. ഉറക്കത്തിനു മുമ്പുള്ള ശുദ്ധീകരണം. ഒരു ദിവസത്തെ ശരീരശുദ്ധീകരണം ശരിയായി പൂർത്തിയാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഉറക്കത്തിനു മുൻപുള്ള മണിക്കൂറുകൾ. വയറിന് ഭാരമുള്ള ഭക്ഷണം കഴിച്ചാൽ ശരീരം മുഴുവൻ രാത്രി ദഹനത്തിനായി പ്രവർത്തിക്കേണ്ടിവരും. അതോടെ ശുദ്ധീകരണത്തിനുള്ള സമയം കുറയും. ഭക്ഷണം കഴിഞ്ഞ ഉടൻ കിടക്കാതെ കുറച്ചുനേരം പതുക്കെ നടക്കുക. ഇത് ദഹനത്തെ സഹായിക്കുകയും വയറിന്റെ അസ്വസ്ഥത കുറയ്ക്കുകയും ചെയ്യും. തുടർന്ന് ചൂടുവെള്ളത്തിൽ കാലുകൾ കഴുകുകയോ ചെറുതായി കുളിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മനസ്സിന്റെ ശുദ്ധീകരണം ശരീരശുദ്ധിയുടെ യഥാർത്ഥ രഹസ്യം. ശരീരം മാത്രം ശുദ്ധീകരിച്ചാൽ മതിയാകില്ല. മനസ്സും ശാന്തവും ലഘുവുമായിരിക്കുമ്പോഴാണ് യഥാർത്ഥ ഉന്മേഷമുണ്ടാകുന്നത്. ദിവസേന നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആശങ്കകളും കോപവും നിരാശയും
ശരീരത്തിനും ഭാരം സൃഷ്ടിക്കുന്നു. ആദ്യ ദിവസം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ചെറിയ മാറ്റങ്ങൾ തോന്നാൻ തുടങ്ങും. രാവിലെ എഴുന്നേറ്റപ്പോൾ മുൻപുണ്ടായിരുന്ന ഭാരം കുറച്ചുപോലെ തോന്നാം. ചിലർക്ക് ശരീരം ലഘുവായി തോന്നും, ചിലർക്ക് മനസ്സിലൊരു ശാന്തത അനുഭവപ്പെടും. ഇത് വലിയ മാറ്റമല്ലെങ്കിലും ശരീരം പുതിയ ശീലങ്ങളോട് ഇണങ്ങാൻ തുടങ്ങുന്ന സൂചനയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കുടിച്ച ചൂടുവെള്ളം, ലളിതമായ ഭക്ഷണം, ശ്വാസാഭ്യാസം, നല്ല ഉറക്കം എന്നിവ ശരീരത്തെ വിശ്രമിപ്പിക്കുകയും ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തലയിൽ വ്യക്തതയും ഉന്മേഷവും ഉണ്ടാകാം. ഈ സമയത്ത് നിങ്ങൾ സ്വയം ചോദിക്കണം, ഇന്നലെ ഞാൻ എൻ്റെ ശരീരത്തിന് നല്ലതായ കാര്യം ചെയ്തോ എന്ന്. ആ ചോദ്യം തന്നെ അടുത്ത ദിവസത്തേക്കുള്ള പ്രചോദനമാകും. ഈ യാത്ര നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തേണ്ടതില്ല. നമ്മളെപ്പോലെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നിച്ചു മുന്നോട്ടു പോകുമ്പോൾ പ്രചോദനം കൂടുതൽ ശക്തമാകും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഞാൻ ആരംഭിച്ചിരിക്കുന്ന സ്വയം വളർച്ചയ്ക്കുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അവിടെ ദിവസവും പ്രചോദനമുള്ള ആശയങ്ങൾ, നല്ല ശീലങ്ങൾ, ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നു. ഈ ഗ്രൂപ്പിൽ ചേരുന്നത് പൂർണ്ണമായും സൗജന്യമാണ്. ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രൂപ്പ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് എളുപ്പത്തിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല. പക്ഷേ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല ശീലങ്ങൾ ചേർന്നാൽ അത് വലിയ മാറ്റമായി മാറും. ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കുക എന്നത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. ഇന്ന് നിങ്ങൾ ഈ യാത്ര ആരംഭിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. കൂടുതൽ ഉന്മേഷം, കൂടുതൽ വ്യക്തത, കൂടുതൽ ആത്മവിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഈ ചാനലിൽ ഇത്തരത്തിലുള്ള സ്വയം വളർച്ചയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വീഡിയോകളും സ്ഥിരമായി വരുന്നതിനാൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി എഴുതുക. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്നും കമന്റ് ചെയ്യൂ. കൂടാതെ ഞാൻ ആരംഭിച്ചിരിക്കുന്ന സെൽഫ് ഇംപ്രൂവ്മെന്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.